ഹായ്, ഞാൻ ദീപ. ഞാനിന്നൊരു വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഷൂട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോയതും പിന്നെ കുക്ക് ചെയ്തതും അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ളൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളി പോകാൻ പറ്റി. അതിപ്പോൾ എനിക്കൊരു ലക്ഷറിയാണ്. എന്ന് പറഞ്ഞാൽ മിക്കവാറും ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ആനിയമ്മ രാത്രി ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഉറങ്ങാഞ്ഞിട്ട് രാവിലെ 5:45 രാവിലെ കുർബാന. അപ്പം കുർബാനയ്ക്ക് പോകാമെന്ന് പറയുന്നത് മിക്കവാറും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് പള്ളി പോക്ക് നടക്കുന്നില്ലായിരുന്നു. എന്തായാലും ഡിസംബർ മാസം തുടങ്ങിയിട്ട് എനിക്ക് പോകാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ നൊയമ്പൊന്നും എടുക്കുന്നില്ല. അച്ഛൻ പറയുന്നുണ്ടായിരുന്നു നൊയമ്പ് എടുക്കുന്ന കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ അന്നമ്മയ്ക്ക് ഉച്ചയ്ക്ക് ചോറിന് മീനാണ് വേണ്ടത്. അപ്പോൾ മീൻ വയ്ക്കുമ്പോൾ എന്തായാലും നമ്മൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അല്ലാതെ എനിക്ക് മീനിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അന്നയ്ക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. മീനാണ് അവൾ മിക്കവാറും ചോറിൻ്റെ കൂടെ മീൻ കറി, അത് നമ്മുടെ ചൂര മീൻ മേടിച്ചിട്ട് കുടംപുള്ളി ഇട്ട് കറി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് മീൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാനിപ്പോൾ. അപ്പോൾ അവൾ വേറെ കറികളോ ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കത്തില്ല. ഇത് എന്നാന്ന് വെച്ചാൽ ഇവളുടെ എൻ്റെ അമ്മച്ചിയാണ് അവളെ നോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നൊരു LKG വരെ അവളുടെ ഫുഡും കാര്യങ്ങളും എല്ലാം അമ്മച്ചിയാണ്. കാരണം അന്നേരം ബിജു ഇവിടെ ഇല്ലായിരുന്നു. ബിജു എറണാകുളത്തായിരുന്നു. അപ്പം ഞാനും അമ്മച്ചിയുടെ കൂടെയാണ് ഞാനും അന്നയും നിന്നുകൊണ്ടിരുന്നത്. അന്നേരം അന്നയുടെ എല്ലാ കാര്യങ്ങളും അമ്മച്ചിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഓഫീസിൽ പോവും. അപ്പോൾ അമ്മച്ചിയുടെ കൂടെ ചേർന്ന് അവൾ പഠിച്ച കാര്യമാണ് ഈ മീനിനോടുള്ളൊരു. അപ്പം മീൻ കറി ഉണ്ടെങ്കിലേ അവൾ ചോറുണ്ണത്തുള്ളൂ. അത് അമ്മച്ചിക്കും അതെ. മീനിൻ്റെ ഒരു ചട്ടിയുടെ ഒരു മണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ അമ്മച്ചി ചോറുണ്ണത്തില്ല എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് അവളും. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടിയിട്ട് മീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടംപുളിയിട്ട മീൻ കറിയാണ്. അതൊരു 2-3 ദിവസത്തേക്ക് ഇങ്ങനെ വറ്റിച്ച് വരുമ്പോൾ ടേസ്റ്റ് കൂടിക്കോളും. അധിക ദിവസത്തേക്കില്ല, ഒരു 3 ദിവസത്തേക്കുള്ളതേ വയ്ക്കത്തുള്ളൂ. ഇതിപ്പോൾ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ട്. ഞാൻ ബാക്കി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുക. അപ്പോൾ ഇനി ഒരു 3 ദിവസം കൂടുമ്പോൾ ഇതുപോലെ അങ്ങ് കറി വെച്ച് വയ്ക്കും. പിന്നെ എന്നാ പറയാനുള്ള. അപ്പോൾ ഞായറാഴ്ച മിക്കവാറും രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് അമ്മച്ചിയുടെ വകയാണ്. അമ്മ കുറച്ച് അപ്പുറത്താണ് താമസിക്കുന്ന. ഒരു 7-8 വീടിനപ്പുറമാണ് അമ്മച്ചിയും അച്ചാച്ചിയും എൻ്റെ അനിയനും ഒക്കെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും രാവിലെ അപ്പവും കടലക്കറിയാണ്. അതൊരു സ്ഥിരം ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അതാണ് അവിടുത്തെ. അപ്പം നമ്മുടെ അന്നമ്മയ്ക്ക് അപ്പവും ഇതുപോലെ കടലക്കറിയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മച്ചിയുടെ വക രാവിലെ ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മച്ചിയുടെ വകയാണ്. പിന്നെ എനിക്ക് ഒരു ഇതും രക്ഷപ്പെട്ടു, അതിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അമ്മച്ചി കൊടുത്തു വിടും. അപ്പോൾ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് വേറൊരു നല്ല കാര്യം. ഞായറാഴ്ചത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കണ്ട. പിന്നെ എന്നാന്ന്. അപ്പോൾ മീൻകറി കുക്ക് ചെയ്യുന്ന കാര്യമൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ കുടംപുള്ളി ഇട്ടുള്ള മീൻകറിയാണ്. എനിക്കൊന്ന് തിരുവനന്തപുരം സൈഡിൽ ഇത് മറ്റേ എന്നാ പറയുന്നത്, ഈ തക്കാളിയൊക്കെ ഇടും. ഞങ്ങൾ പിന്നെ തക്കാളി അങ്ങനത്തെ ഒന്നും ഇടത്തില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴക്കാരാണ്. അമ്മച്ചി അച്ചാച്ചിയൊക്കെ ആലപ്പുഴക്കാരാണ്. പിന്നെ ബിജു ചങ്ങനാശ്ശേരി. അപ്പം ഞങ്ങളൊക്കെ ഏതാണ്ട് ഒരേ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ എന്ന് പറയുന്നത് കുടംപുളിയൊക്കെ ഇട്ടുള്ള മീൻകറിയാണ്. ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് തക്കാളി പിന്നെ മുരിങ്ങിക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള മീൻകറി കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനോടൊന്നും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതൊരു പ്രത്യേകതയാണല്ലോ. അപ്പോൾ മറ്റേത് എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ കറിക്ക് ഞാൻ നോക്കിയപ്പോൾ വേറെ ഒന്നുമില്ല, പാവയ്ക്ക മാത്രമേ ഉള്ളൂ. പാവയ്ക്ക വെച്ച് തീയലുണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒഴിക്കാനായിട്ട് മീൻകറി ഉണ്ടല്ലോ. എന്നാൽ പിന്നെ
എളുപ്പത്തിൽ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്കവാറും മെഴുക്കുരട്ടിക്ക് ഞാൻ തേങ്ങാക്കൊത്തും കൂടി ഇടും. പിന്നെ മെഴുക്കുരട്ടി എന്തുണ്ടാക്കാനാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഈ ഇരുമ്പ് ചീനച്ചട്ടി. അതിലാകുമ്പോഴത്തേക്കും പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ മെഴുക്കുരട്ടിക്കൊന്നും ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല. മെഴുക്കുരട്ടിക്കായാലും തോരനായാലും വെള്ളമൊന്നും ഒഴിക്കാറില്ല. ഇതെല്ലാം ഇങ്ങനെ ഈ ഇതിലിട്ട് പതുക്കനെ ഈ ചീനച്ചട്ടിയിലിട്ട് അതിൻ്റെ ചൂടിൽ ചെറിയ ചൂടിൽ വെച്ചിട്ട് പതുക്കനെ ഇളക്കി അതൊരു വഴറ്റി കൊണ്ടുവരുന്ന പരിപാടിയേ ഉള്ളൂ. അല്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. അപ്പം പാവയ്ക്കായാലും കുറച്ചധികം നേരം അവിടെ കിടന്ന് ഏതാണ്ട് ഒരു ഫ്രൈ പരുവത്തിലെത്തുമ്പോഴത്തേക്കാണ് ഞാനത് നിർത്തുന്നത്. അല്ല വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടി ഒന്നിനുമില്ല. ഇതിനായാലും നമ്മുടെ ഒടിയൻ പയറിനായാലും അല്ല പിന്നെന്താ വഴുതനങ്ങ നമ്മുടെ വെണ്ടയ്ക്ക ഇതൊക്കെ ഇട്ട് മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ അതിനൊക്കെ എനിക്ക് ഈ ചീനച്ചട്ടി തന്നെ വേണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം വെച്ച് പതുക്കനെ കുറേ നേരം വേണം ഇതൊന്നും എടുക്കാനായിട്ട്. ഇതിപ്പോൾ അധികം ക്രിസ്പിയൊന്നും ആയില്ല. എനിക്ക് എത്രയും പെട്ടെന്നൊന്നും അടുക്കളയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പകുതി വേവായപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ പാവയ്ക്കയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അന്ന സൺഡേ സ്കൂളിൽ പോയി വന്നു. ആ സമയത്താണ് അടുക്കളയിൽ കയറിയത്. അപ്പോൾ ഇതേ ചോറ് ഇത്രയേ ഉള്ളൂ. ചോറൂണ് കഴിഞ്ഞു. പിന്നെ അവർ സ്ഥിരം അവരുടെ പോക്കേമോനും കാർട്ടൂണും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. വീടെല്ലാം ചളംകുളമായിട്ട് കിടക്കുവാണേ. അതൊക്കെ ഇനിയിപ്പോൾ ഞായറാഴ്ച വൈകിട്ട് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോഴേ ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഈ 2 പിള്ളേരും കൂടെ ഒരു പരുവാക്കി തരും. അപ്പോൾ എത്ര ക്ലീനാക്കിയാലും ഇവിടെ ക്ലീൻ ആവത്തില്ല. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കാന്ന് ഡിസംബർ ആയില്ലേ, നമുക്ക് സ്റ്റാർ തൂക്കാം എന്നും പറഞ്ഞ് 2 ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പണ്ടൊക്കെ ആയിരുന്നു സ്റ്റാർ തൂക്കുക എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമായിരുന്നു. ഇവർക്കിത് അത്ര എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ നമ്മുടെ മറ്റേ കാർ പോർച്ചിൽ കിടക്കുന്ന ആ ഒരു ഹോൾഡറിലോട്ട് സ്റ്റാർ ഒന്ന് കെട്ടിയാൽ മാത്രം മതി. പണ്ട് അങ്ങനെയല്ല, നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു വയറെടുത്ത് വേറെ കുറച്ച് വീട്ടിൽ നിന്നും കുറച്ച് മാറ്റി എല്ലാവരും കാണത്തക്ക രീതിയിൽ 1, 2 ചിലപ്പോൾ 5 സ്റ്റാർ വരെയൊക്കെ ഇടുമായിരുന്നു. അതൊക്കെ ഒരു രസമായിരുന്നു. ഇതിപ്പോൾ സ്റ്റാർ ഇട്ടേച്ചും എനിക്കിതൊരു പുതിയ സംഭവമായിരിക്കും. സ്റ്റാർ കഴിഞ്ഞ് പിന്നെ 3 പറഞ്ഞുകൊണ്ട് അവൾ പോയിട്ടുണ്ട്. ഒന്ന് പുറത്തോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇന്ന് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞായറാഴ്ച തീരാറായി. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്കും രാത്രിയാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.